ഇതാണ് മക്കളെ +1 NCERT ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾക്ക് ഇവിടെ കാണാം +1 സയൻസിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക്. അതുപോലെ കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് 2 പാർട്ട് കാണാം, കെമിസ്ട്രി പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഫിസിക്സ് അതുപോലെ 2 പാർട്ട്, ആൻഡ് ബയോളജി എടുക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ബയോളജിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക്. ഇതൊക്കെ തന്നെ നമ്മൾ ഇപ്പോൾ ടോപ്പിക്സ് ഒക്കെ സിലബസ് ഒക്കെ ഒരുപാട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമുള്ള ടെക്സ്റ്റ് ബുക്കാണ്. ഞാൻ എന്തിനാണ് ഇതൊക്കെ ഇവിടെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മേ ബി മലയാളം മീഡിയത്തിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിച്ച സ്റ്റുഡൻസ് ചെറുതായിട്ടൊന്ന് ഞെട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത്രയും വലിയ ടെക്സ്റ്റ് ബുക്ക് ആണോ +1 പഠിക്കാനുള്ള എന്നൊരു തോന്നൽ മേ ബി ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. +1 ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ 10th വരെ മലയാളം മീഡിയം സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഫുള്ള് ഇംഗ്ലീഷ് എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെ പഠിക്കുക, എന്താ ഇതിൽ പറയുന്നത്, കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല. കെമിസ്ട്രീൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ് പോലുള്ള സാധനങ്ങൾ, ഫിസിക്സിൽ മോഷനിൻ്റെ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ വെക്ടർ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒക്കെ വെക്ടറും ഫിഗറൊക്കെ വരച്ചുള്ള കളർ ടെക്സ്റ്റ് ബുക്കൊക്കെയാണ്. പക്ഷേ എന്താ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാനൊക്കെ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ വരുന്ന പോയിന്റ് 10th സ്റ്റാൻഡേർഡിൽ നിന്ന് 11th സ്റ്റാൻഡേർഡിലേക്ക് റൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഈസി ആക്കാൻ വേണ്ടി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്കായിട്ട് ഓഫർ ചെയ്യുന്നു ഒരു ബ്രിഡ്ജ് കോഴ്സ്. ആ പേര് പോലെ തന്നെ 10ാം ക്ലാസ്സിൽ നിന്ന് +1 ഒരു ബ്രിഡ്ജാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. 10th സ്റ്റാൻഡേർഡ് വരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക, ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കുക, കുറേം കൂടെ ഹയർ ലെവൽ 10ാം ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ കുറേം കൂടെ ഹയർ ലെവൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ +1 നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും തുടക്കത്തിലുള്ള ചാപ്റ്റർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിസിക്സിൽ മോഷനിന് സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ 9th പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് 11th അപ്പോൾ അതിൻ്റെ ചെറിയ എന്താണ് +1 വരുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. മാത്തമാറ്റിക്സിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പോലെ റിവൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ 11th വരുമ്പോൾ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എന്താണ് കൂടുതലായിട്ട് പഠിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 3 വീക്ക് ഡ്യൂറേഷൻ വരുന്ന ഒരു ബ്രിഡ്ജ് കോഴ്സ് ഏപ്രിൽ 21 മുതൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂട്യൂബ് ചാനൽ, യൂണിവേഴ്സൽ ഒഫീഷ്യൽ എന്ന ചാനൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആകും. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 സയൻസ് എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്ന, റിസൾട്ട് ഒന്നും വന്നിട്ടില്ല, സ്റ്റിൽ സയൻസ് എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഫ്രീ ആയിട്ട് ഈ ബ്രിഡ്ജ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഏപ്രിൽ 21 മുതൽ രാവിലെ 9 മണി മുതൽ 10:30 വരെ 1.5 മണിക്കൂർ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പീറ്റേഴ്സിനും റിപ്പീറ്റേഴ്സിനും IIT ബാച്ചിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്ന അതേ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് നിങ്ങൾക്കുള്ള ലൈവ് ക്ലാസ്സുകൾ യൂണിവേഴ്സൽ ഒഫീഷ്യൽ എന്ന ചാനൽ എടുക്കുക. അതുകൂടാതെ അതിൻ്റെ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്, ക്ലാസ് കഴിഞ്ഞാൽ അന്നാന്നത്തെ പ്രാക്ടീസ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് അവൈലബിൾ ആകും. ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ ചോദിക്കാവുന്നതാണ്. കൂടാതെ എന്നും കിട്ടുന്ന ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ് 11th ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു ട്രാൻസിഷൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ നടക്കണം. 11th വലിയ ഒരു സിലബസ് ആണ് നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത്. 12th അതുപോലെ തന്നെയാണ്. പക്ഷേ 11th ഈ ബുദ്ധിമുട്ട് കാര്യമായിട്ടുണ്ടാവുക. കാരണം 10th നിന്ന് 11th വളരെ വലിയ ഒരു ജമ്പാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ലൈവ് ക്ലാസ്സസും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലും എക്സാമുകൾ ഉണ്ടാകും. ചെറിയ വളരെ ഷോർട്ട് ഡ്യൂറേഷനുള്ള എക്സാമുകളാവും ഉണ്ടാവുക. അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 11th 12th നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയ ഒരു എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾക്ക് നല്ല എൻട്രൻസ് എക്സാമുകൾ ക്വാളിഫൈ ചെയ്ത് നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തിച്ചേരാൻ പറ്റും. അത് മെഡിക്കൽ ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, പ്യുവർ സയൻസ് കോഴ്സുകളാവട്ടെ. അതിന് തുടക്കത്തിൽ ഉണ്ടാകുന്ന പ്രയാസം +1 ഇനീഷ്യൽ ചാപ്റ്റേഴ്സ് ഗ്രാസ്പ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ ലാഗ് ചെയ്യിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. അപ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ബ്രിഡ്ജ് കോഴ്സിൻ്റെ ഉദ്ദേശം. ഈ കോഴ്സിന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് 11th സയൻസ് എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും ലൈവിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.